അങ്ങനെ ദേ രാവിലത്തെ പൂക്കൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പൊ ഇന്നാണ് കേട്ടോ ചോദ്യം. എനിക്കാണെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ചോദ്യം എന്നാ ഞാൻ വിചാരിച്ചു, പക്ഷെ 2 ദിവസം ചിത്ര ഉണ്ട് ഇത്രേ. അപ്പൊ ഇതേ നമ്മള് വേഗം വിളക്കൊക്കെ കൊളത്തി കുറിയൊക്കെ തൊട്ടു. പിന്നെ ഇതേ കുറച്ച് വൈകിട്ട് തന്നെയായിട്ട് ഇന്നും പൂക്കളിട്ടിരിക്കണത്. അപ്പോൾ ഇന്നലെ ഇട്ടതേ പൂവൊക്കെ ദേ പറിച്ച് കളഞ്ഞിട്ട് അവിടെ ദേ ചാണം നന്നായി മെഴുകി കൊടുത്തിട്ട് ചാണമൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇനി പൂവിട്ട് തുടങ്ങണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ തന്നെ പൂവുകൾ കിട്ടാനില്ല കേട്ടോ. അപ്പൊ ഞാൻ പരമാവധി ഇതേ കുറച്ച് കിട്ടുന്ന പൂക്കൾ സുധചേച്ചിയുടെ വീടിന്റെ മുറ്റത്താണ് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഇതേ മുക്കുറ്റിയും പിന്നെ ഈ വെള്ളപ്പൂവിന്റെ പേരിക്ക് അറിയില്ല കേട്ടോ അതും, പിന്നെ ഇതേ മഞ്ഞ കോളാമ്പി പൂവില്ല അത് കുറെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിന്റെ അപ്പുറത്തും അതിന്റെ അപ്പുറത്തും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ എന്താ പറയാ കാശിത്തുമ്പ പൂവില്ല അതാട്ടാ. പിന്നെ കുറച്ച് തുളസിയും പറിച്ചിട്ട് ഉള്ളോണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിലാട്ടോ ഒന്ന് തുടർന്നത്. പക്ഷെ ഇന്നത്തെ പൂക്കളല്ല ഇലപ്പൂക്കളായി പോയി കേട്ടോ. കാരണം പൂവ് ഇടുന്നുണ്ട്, ഇല ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ കഴിഞ്ഞ കൊല്ലത്ത് ഞാൻ കുറച്ച് ഇലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മരങ്ങളൊക്കെ അപ്പുറത്ത് വീട് വെച്ചുകൊണ്ട് അവിടുത്തെ ഇലകളൊക്കെ ഒരുവിധം പോയേക്കണു. അതുകൊണ്ട് കാശിത്തുമ്പയുടെ ഇല തന്നെയാട്ടെ ഞാൻ വെച്ചു കൊടുത്തേക്കണത്. തേജുട്ട് നെനിച്ചിട്ടില്ല കേട്ടോ. വേറെ ഒന്നല്ല, അവന് വെയ്യ ഭയങ്കര ഉറക്ക ക്ഷീണം പോലെ. അപ്പൊ ഞാൻ വിളിച്ചില്ല അവനെ. വിളിച്ച ആൾ അവിടുന്ന് എത്ര വെയെങ്കിലും എനിക്ക് വരും എനിക്കറിയാം. പക്ഷെ ഞാൻ വിളിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഇതേ പൂവൊക്കെ ഇട്ടച്ചു. പിന്നെ അവനെ കാണിച്ച് അവൻ പറയും അയ്യ ഇതെന്ത് പൂവാക്കി. ഇന്നലത്തെ പോലെ തന്നെ ഇന്നലത്തെ സെയിം ഡയലോഗ് ആയിരിക്കും, ഇതൊരു ഭംഗിയില്ലാന്ന്. കാരണം അവനിങ്ങനെ ഗ്യാപ്പ് ഇടണത് ഇഷ്ടമല്ല കേട്ടോ. നന്നായി ഫില്ല് ചെയ്തിട്ട് പൂടുന്നതാട്ടോ അവന് ഇഷ്ടം. പിന്നെ ഞാൻ വേഗത ചായപ്പണിയിലേക്ക് കിടന്നു കേട്ടോ. അപ്പൊ തേജുവിന് നൂൽപുട്ടാണ് ഉണ്ടാക്കണത്. നൂൽപുട്ടും അതുപോലെ തന്നെ ഇഷ്ടുകറിയായിട്ട് ഉണ്ടാക്കണത്. വിൻഷേട്ടന് ഞാൻ ചോറുപ്മാവാട്ട് ഉണ്ടാക്കി കൊടുത്തത്. വിൻഷേട്ടൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലത്തെ ചോറിരിപ്പുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഉപ്മാവാക്കി കൊടുക്കട്ടെ ചെയ്തത്. എനിക്കും തേജുവിനാണ് ഈ നൂൽപുട്ട് ഞാൻ ഉണ്ടാക്കണത്. പിന്നെ ഇഷ്ടുകറിക്കുള്ള ഉരുളൻകിഴങ്ങും സബോളയും അത് ഞാൻ ഓൾറെഡി അവിടെ സെറ്റാക്കി ഉണ്ടായിരുന്നു കേട്ടോ. കുളിക്കാൻ പോണേക്കാൻ മുന്നേ നമ്മുടെ കറി അടിച്ചൊരു തുടക്കുന്ന ടൈമിൽ ഞാൻ കറി സെറ്റാക്കി ഉണ്ടായിരുന്നു. ഇനി നൂൽപുട്ട് മാത്രമേ വെക്കാണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് ഇതേ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ കറിയിലെ വിസിലൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും നമ്മുടെ കറിവേപ്പില ഒറ്റിച്ചു കേട്ടോ. അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ കഴുകാൻ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴുകി, അതായത് ഇപ്പൊ വെച്ച പാത്രങ്ങൾ തന്നെയാട്ടോ അത് കഴുകിയിട്ടാ. പിന്നെ നമ്മുടെ തേജപ്പതേ കുളി കഴിഞ്ഞ് വരുന്നുണ്ട്. ഇന്ന് കുട്ടി തന്നെയാട്ടാ കുളിയും പല്ലേപ്പൊക്കെ തീർത്തേക്കണത്. പിന്നെ അതേ അമ്മായിക്കുട്ടിയായിട്ട് ഓടിയിട്ട് പോയിട്ട് ഇതേ വമ്പാട്ടീനെ ഒക്കെ തൊഴുതു. അതിന്റെ ഇടയ്ക്ക് ഏത്തടാൻ ഞാൻ പറഞ്ഞു കേട്ടോ. ഏത്തട്ടപ്പതേ കുട്ടിയുടെ മുണ്ട കഴിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഏത്തടല് കുട്ടി നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ വേഗം ഡ്രസ്സൊക്കെ മാറി വന്നു. അവനും ഇതേ കുറിയൊക്കെ തൊട്ടുകൊടുത്തു കേട്ടോ. ഇനി നമ്മുടെ തേജപ്പന്റെ കലിപ്പ് നിപ്പ് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതേ കണ്ടോളൂ കേട്ടോ. എന്നും ചിരിച്ചിട്ടുള്ള മുഖല്ല കണ്ടിട്ടുള്ളൂ. ഇത് കുറച്ച് കലിപ്പ് പോസായിക്കോട്ടെ കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ പൂവിട്ടേന്റെ ദേഷ്യമാണ് കേട്ടോ. അത് അവനെ കൂട്ടാണ്ട് പൂവിട്ടു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം എൻ്റെ അടുത്ത് കലിപ്പിട്ടു. പിന്നെ ഇതേ ചിരിച്ചു തുടങ്ങിയിട്ടാ. പിന്നെ ഞാനും തേജും കൂടിയിട്ട് ഇതേ വേഗം ചായ കുടിക്കാനാണ് നോക്കണത്. ഞാനിന്ന് ശർക്കര കാപ്പിയിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ചുക്ക് കാപ്പി പോലെ ആക്കിയേക്കണത്. അങ്ങനെ കുട്ടി ഇതേ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നു. അപ്പോൾ ഇതേ നൂൽപുട്ടും അതുപോലെ തന്നെ ഇഷ്ടുക്കറി എടുത്തിട്ട് ഞാനും എൻ്റെ കുട്ടിയും കൂടിയിട്ട് ഇതേ രാവിലത്തെ ചായ കൂടി തുടങ്ങിയിട്ടാ. കറി ചൂടുണ്ട്, ഇളക്കിത്തായോ വാരിത്തായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു ഞാൻ അവന് വാരി കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.